കഴിഞ്ഞ ദിവസം ഇയാൾ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയാണോ എന്നതൊക്കെ വേറെ കാര്യം, ആ പറഞ്ഞ ആളെ സ്റ്റേജിലിരുത്തിയിട്ട് പേരോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വരികയാണ്. എന്താ അയാൾ പറഞ്ഞ്, കൂറ്റമ്പാറ ദാരിമിക്ക് ഒരു വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അയാൾക്ക് സംഭവിച്ച അബദ്ധം ചിലരിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അബദ്ധം പാളിച്ചൊക്കെ ആർക്കും സംഭവിച്ചേക്കാം. അയാൾ ആ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് തിരുത്താൻ നോക്കിയിട്ടുണ്ട് എന്ന് തുടങ്ങി ഒരു തിരുത്തലും ഒരാളാകലും കൂറ്റമ്പാറ അവിടെ നോക്കി നിൽക്കലും എല്ലാം കൂടി ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നു. അതിന് പ്രതികരിക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പ്രസംഗം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പേരോടിന്റെ ആ ഭാഗം ഒന്ന് കേൾക്കുക. കൂറ്റമ്പാറ ഉസ്താദ് ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു ചെറിയൊരു വാചകം ചില ആളുകൾ പിടിച്ച് വലിയ വിഷയമാണ്. ഞാനത് കേട്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന്, ഞാനന്ന് വിദേശത്തായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് വോയിസ് ഇട്ടു. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി മേലിൽ അങ്ങനെ നിങ്ങൾ പറയൂല എന്ന് എനിക്കറിയാം, എങ്ങൾക്കും അതിൽ കേറുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ വോയിസ് ഇട്ടു. അപ്പൊ അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടുകൂടി അത് ഉണർത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇട്ടു. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാചകത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു അപ്പോഴേക്ക് പിടിച്ച് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് എല്ലാവരും കൂടി മോശാക്കി അങ്ങനെ പറയത് എന്റെ വാചകത്തിൽ 100 എണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെ വാചകത്തിലും വരാൻ സാധ്യതയുണ്ട്. ആരും മഅസൂമികളായ നബിമാരൊന്നുമല്ല, ആർക്കും സംഭവിക്കാവുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോ സമസ്ത എന്താണ് അതിൽ പറയുന്നത്, കൂറ്റമ്പാറ ദാരിമിക്ക് ഒരബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ മെസ്സേജ് അയച്ചു, വോയിസ് അയച്ചു, അത് ഖേദിക്കുന്നുണ്ടാകും, ഇനി അങ്ങനെ പറഞ്ഞു പോകരുത്, അതൊരു പാളിച്ചയാണ് എന്ന് പറഞ്ഞു എന്നാണ്. ഇവിടെ 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഒന്ന്, കൂറ്റമ്പാറ ദാരിമിക്ക് സംഭവിച്ച ആ പാളിച്ച അത് ആ 1-2 പ്രസംഗങ്ങളിൽ ഒതുങ്ങുമോ, അതോ പഴയ കാലത്തൊക്കെ അയാൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാണ്, എത്രയോ ഉണ്ട്, അതൊക്കെ പാളിച്ചയാണോ? 2, ഈ പറഞ്ഞ ആളുണ്ടല്ലോ പേരോട് അബ്ദുറഹ്മാൻ മൗലവി, അയാൾക്ക് ഇനി പാളിച്ച വല്ലതും സംഭവിക്കാൻ ബാക്കിയുണ്ടോ? അയാൾ മുഴുവനും അബദ്ധങ്ങളിലല്ലേ ജീവിക്കുന്നത് തന്നെ. അപ്പൊ എന്താ അതിന്റെ അവസ്ഥ? അയാളുള്ളത് എവിടെയാണ്? മുഴുവൻ പയച്ച് ഇബ്നു തൈമിയ്യ വരെ നന്നാക്കിയിരിക്കുകയാണ് അയാൾ. അപ്പൊ അയാൾക്ക് ഈ തിരുത്തൊന്നും ബാധകല്ലേ? കൂറ്റമ്പാറണ്ട വേദിയിൽ ശരിക്ക് വേണ്ട എന്താ, പേരടിക്കൊന്ന് കൊടുക്കുന്നു കൂറ്റമ്പാറക്ക് നല്ലത്. കാരണം പിഴവിന്റെ ആശാന പറയുന്നത് ഇയാളെന്തോ ഒരു പാളിച്ച വന്നിട്ടുണ്ട്, അത് തിരുത്തണം. ഇയാൾക്കിത് ബാധകമൊന്നുമല്ല, ഇയാൾക്കും ഹക്കീമിന് ഇത് ബാധകമൊന്നുമല്ലേ? അതാണെന്ന് കാര്യമായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ആദ്യം എന്തായിരുന്നു ആ പാളിച്ച, എപ്പോഴാണ് തിരുത്താൻ തോന്നിയത്? ആദ്യം അദ്ദേഹം പറഞ്ഞ ഒതുക്കുങ്ങലിൽ OK ഉസ്താദിന്റെ ഉറൂസിൽ പോയിട്ടാണ് ആ അബദ്ധം, ഞങ്ങളാണ് എടുത്തുകൊണ്ടുവന്നത്. OK ഉസ്താദ് ഇവിടെ എല്ലാവരും ആദരിക്കുന്ന ഒരാളാണ്, APക്ക് ഒന്നുമില്ല. അവിടെ പോയിട്ടാണ് നിങ്ങൾ ആ അബദ്ധം വിളിച്ചു പറഞ്ഞത്. എന്തായിരുന്നു അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. കോളേജുകൾ ഈ സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ, നമ്മുടെയൊക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അല്ലാഹ് അത് ജനുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം. ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ? ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല, പിന്നെ നമ്മളതെന്താണ്, അത് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് എവിടെ ചട്ടഞ്ചാലെന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ചട്ടപ്രകാരം ചാലിൽ കൂടെ വന്നാൽ എവിടെ എത്തും? തല ഉയർത്തി. ഇതിങ്ങനെ എന്തോ ഒരു വാക്കുപിഴവല്ലത്. ഇത് OK ഉസ്താദിന്റെ ഉറൂസിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഒരാൾ ബോധപൂർവം പറഞ്ഞ കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു അറഫോ അക്ഷരോ ലഫ്ലോ മാറിയതല്ല. കുനിയ എന്ന നാടിനെ തന്നെ പരിഹസിച്ചുകൊണ്ടാണ് ഇയാൾ പ്രസംഗിച്ചത്. മാത്രമല്ല EK ഭാഗത്തെ മുഴുവനും പരിഹസിച്ചു. ജുഫരി തങ്ങൾ പാപ്പന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ മുഴുവൻ പരിഹസിച്ചു. അയാൾക്ക് മറുപടി അങ്ങോട്ട് ശരിക്ക് കിട്ടി. ട്രോളുകൊണ്ട് ട്രോളല്ലേ, പിന്നെ പാളിച്ചാന്ന് പറയല്ലാതെ മറ്റെന്ത് വഴി? അതിന്റെ പ്രഭാഷകർ വരെ അതിന് മറുപടി പറഞ്ഞു, പല മറുപടിയും വന്നു. അതിലൊന്ന് കേൾപ്പിച്ചു കൊടുക്കും.
ആ സൈറ്റ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആ ഫെബ്രുവരി ആകാൻ വേണ്ടി, അന്നാവട്ടെ ആവട്ടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ മൊത്തം. കാസർഗോഡ് കുനിയൽ വന്ന് അള്ളാഹുവിന് വേണ്ടി കുനിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. വലിയ സമസ്തക്ക് വേണ്ടി കുനിയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതുപോലെ കിട്ടേണ്ടതെന്ന് കിട്ടി, മർമ്മത്തിൽ തന്നെ കിട്ടി. എല്ലാരും ട്രോളി, ആകെ മുസീബത്തായി. ഇനിയിപ്പോൾ അത് പാളിച്ച എന്ന് പറഞ്ഞ് രക്ഷപ്പെടലാതെ എന്ത് ചെയ്യാനാ? എന്ത് പാളിച്ചപ്പോൾ അതൊക്കെ എന്നാ അതിലൊതുങ്ങോ? ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് പിളർപ്പ് അത് വലിയ തൗഫീഖായിരുന്നു എന്നാണ്, നിർഭാഗ്യകരമല്ല. ഇതും പാളിച്ചാണോ? അവൻ കൽപ്പിച്ചു കൊടുക്കുക. 89 അനിവാര്യമായ ഒരു പിളർപ്പ് ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു തആല നല്ലൊരു പിളർപ്പുണ്ടാക്കി. അത് ദൗർഭാഗ്യകരമെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമല്ല. അള്ളാഹ് ചെയ്തതിനെ പറ്റി നമ്മൾ എന്തിനാ അത് പറയേണ്ട കാര്യം? അതൊക്കെ ഒരു സൗഭാഗ്യകരമായിരുന്നു. അപ്പോ കേരളത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഒരു പന്ത്, അത് കേരളത്തിന് ഒരു ഗ്രൗണ്ട് ആക്കിയിട്ട് രണ്ടാളെ കയ്യിൽ കൊടുത്തു അല്ലാഹു തആല. ഒന്ന് ഇ കെ ഉസ്താദ് ഒരു ടീമിൽ നേതാവായി, എ പി ഉസ്താദ് ഒരു ടീമിലായി. നമ്മളൊക്കെ ഏത് ടീമിൽ കൂടി? എ പി ഉസ്താദിന്റെ ടീമിൽ കൂടി. നമ്മുടെ ടീമിനെ നമ്മൾ കളിച്ചു, നമ്മൾ നന്നായിട്ട് കളിച്ചു. കളിക്കന്നെ ഒരു ഗോളടിച്ചു, അങ്ങനെ ഗോളടിച്ചാൻ പോയി. കളി അറിയാത്തവര് ഉന്താനും തള്ളാനും കാല് വെള്ളിച്ചിടാനും ഒക്കെ അങ്ങനെ പ്രശ്നം. അതൊന്നും അങ്ങനെ തുടരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അപകടങ്ങൾ ഇതിപ്പോ പാളിച്ചാണോ? ഇയാളിത് പറയാനായിട്ട് ജീവിക്കുന്ന ആളാ. ഞങ്ങളതിന് മറുപടി പറഞ്ഞു ഗോളടിച്ചിട്ടുണ്ടാവും, സെൽഫ് ഗോളായിരിക്കും. അതല്ലേ എന്നെ ശരി. ഇ കെ ഉസ്താദിനെ അപ്പുറത്തിരുത്തിയിട്ടാണ് ഈ കളി പഠിപ്പിക്കുന്നത് ഇയാൾ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? അക്ക പാളിച്ചകളാ. പഴയകാലത്ത് കീലത്ത് എന്തെല്ലാം പറഞ്ഞു, പാളിച്ച പോട്ടെ. ഈ പേരോടൻ എന്തൊക്കെ പറഞ്ഞു? ഇ കെ ഉസ്താദിന്റെ ശബ്ദം എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞില്ലേ, കളിയാക്കി പറഞ്ഞില്ലേ, വെല്ലുവിളിച്ചില്ലേ? ചെറുശ്ശേരി ഉസ്താദിന് എന്തൊക്കെ പറഞ്ഞു? തിരികേശവുമായി ബന്ധപ്പെട്ട സി ഡി എടുത്തു നോക്കി. കാളമ്പാടി ഉസ്താദിനെ കളിയാക്കി പറഞ്ഞവരില്ലേ? എന്തെല്ലാം സംഭവങ്ങളുടെ മശായിഖിനെ ഇനി പറയാൻ വല്ലതും ബാക്കിയുണ്ടോ അവിടെ? അപ്പൊ ഏതായി പാളിച്ച? ഏതിനെ നിങ്ങൾ തിരുത്തുന്നത്? കൂറ്റമ്പാറ പറഞ്ഞ ഇത് മാത്രമാണോ പ്രശ്നം? ആ ദാരിമി എന്നുള്ള തന്നെ പാളിച്ചല്ലേ? അയാളെ വാദം അങ്ങനെ ഉസ്താദുമാരപ്പുറത്താണെങ്കിൽ ബിരുദം പറയാൻ പാടില്ല എന്നല്ലേ? അപ്പൊ തിരുത്തി കുടുക്കി. അത് അവിടെ ഇരിക്കട്ടെ, അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണത്. രണ്ടാമത് ഞങ്ങളെ ചോദ്യം, ഈ പറയുന്ന ആളാരാ? മൂക്കൊപ്പം കുടിച്ചു വന്നിട്ടാണ് എപ്പോഴെങ്കിലും ഒന്ന് കള്ളുഷാപ്പ് പോയി വന്ന ആളെ ഉപദേശിക്കുന്നത്. അപ്പൊ മൂക്കൊപ്പം കുടിച്ചിരിക്കുക, ഫിറ്റായി നിൽക്കുക. പേരോടിന് ഇനി എന്താ പഴവ് പറ്റാൻ ബാക്കിയുള്ളത്? അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സർവ്വ അഖീദയും മാറ്റിമറിച്ചില്ലേ? ഇതൊക്കെ മാറ്റിമറിച്ചിട്ട് ഒരു പ്രശ്നമില്ലേ? അതിനെക്കുറിച്ച് സംസാരമൊന്നുമില്ലേ? എന്താ ഈ പറയുന്നത്? എന്ത് തിരുത്താൻ നിങ്ങൾ ഈ തിരുത്തുന്നത്? അതൊരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു, നല്ലോണം മറുപടി കിട്ടി, കൊള്ളേണ്ടടുത്ത് കൊണ്ടു, അത് തിരുത്തുന്നു എന്നാ പറയുന്നത്. പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ തന്നെ പഠിച്ചു കിടക്കല്ലേ പി സമസ്ത? എണ്ണി എണ്ണി പറയണോ ഞാൻ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടെന്ന് പറഞ്ഞു, സൈനബ് ബീവി നേല് കണ്ടു എന്ന് പറഞ്ഞു. തിരുത്തിയിട്ടുണ്ടോ? 2013 മുതൽ ഈ വാദമുണ്ട്, എന്തുകൊണ്ട് തിരുത്തിയില്ല? ഇതിന് മറുപടി പറയേണ്ടവര്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരം പരിശുദ്ധമായ ദാത്തു ശരീഫ് അത് കരിയുമെന്ന് പറഞ്ഞു, തിരുത്തിയോ? അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കൂല എന്ന് പറഞ്ഞപ്പോ അത് വസ്ത്രത്തിലാണ്, ശരീരത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പച്ചയായ തെറ്റ് ഇബാറത്ത് വായിച്ചു പറഞ്ഞു, തിരുത്തിയോ? ഇത് വെറും പാളിച്ചയാണോ? ആരെ കാര്യത്തിലായി സംസാരിക്കുന്നത്? ഹബീബായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാമ്പിളിന് വെച്ചു കൊടുക്ക്. പിന്നെ പ്രവാചകന്റെ മുടിയിൽ ഈച്ച പോലുള്ള വസ്തു ഇരിക്കൂലാണ്. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. നബി തങ്ങളെ വസ്ത്രത്തിൽ ഇരിക്കൂല എന്നാണ് ഇവിടെ ഇബാറത്തിൽ ഉള്ളത്. അതിന്റെ അർത്ഥം അത്രയും മഹത്വം അതിനുണ്ട് എന്ന് വായിക്കുന്നുണ്ട് അയാള്. ശരീരത്തിൽ എന്തായാലും ഇരിക്കൂല, വസ്ത്രത്തിൽ തന്നെ ഇരിക്കൂല അറിയുമ്പോ ശരീരത്തിന്റെ കാര്യം പറയേണ്ടിയില്ലല്ലോ എന്നല്ലേ പറയുന്നത്? ശരീരം എന്തായാലും ദാത്ത്, ആ ദാത്തിന്റെ ബറക്കത്തല്ലേ വസ്ത്രത്തിലുള്ളത്.
വലിയ അബദ്ധല്ലേ പറഞ്ഞ് തിരുത്തിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് സാധാരണക്കാരനാണെങ്കിൽ പിശാചാകുമെന്ന് പറഞ്ഞു, തിരുത്തിയോ? മങ്കൂസ് മൗലിദ് അടക്കം ഇവിടെ മാറ്റേണ്ടി വന്നു, തിരുത്തിയോ? ഞമ്മക്കല്ല, ഓൽക്ക്. ഞമ്മക്ക് മാറ്റേണ്ടി വരില്ല. നമ്മൾ ഇയാളെ വാദത്തെ മുഴുവനും കുഴിച്ചു മൂടിയതാണ്. എന്തെല്ലാം വാദിച്ചു? ഏറ്റവും അടിസ്ഥാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇസ്തിഗാസ. ബദരീങ്ങൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് അദബുകേടാണെന്ന് പറഞ്ഞിട്ടില്ലേ? തിരുത്തിയോ? അത് കുല്ലുമാ ലഹറ ഫീ ഹാദൽ ആലം ഫഇന്നമാ യുഅതീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും റസൂലുള്ളാഹിയാണ് തന്നത് എന്ന് ഇമാമിങ്ങൾ പറയുമ്പോ ഇയാൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ അദബുകേടാണ്, മറക്കാനായിട്ടില്ല, അതൊന്നും വെച്ചു കൊടുക്കുന്നു. അള്ളന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അദബല്ല. അല്ലാതെ പറയുന്നത് ശരിയായ അദബല്ല എന്നാ പറയുന്നത്. അപ്പൊ മുഹിയുദ്ദീൻ ശൈഖ് സഹായിച്ചു, അല്ലെ ബദരീങ്ങളെ സഹായിക്കണേ, ഇതിനു വേണ്ടിയല്ലേ കൊട്ടപ്പുറത്ത് വാദപ്രതിവാദം നടത്തിയത്? ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഇറങ്ങി തിരിച്ചത്? അതൊക്കെ അദബുകേടായി എന്നാ പറയുന്നത്. ഇമാമിങ്ങൾ എന്താ രേഖപ്പെടുത്തിയത്? കുല്ലുമാ ലഹറ ഫീ ഹാദൽ ആലം ഫഇന്നമാ യുഅതീഹി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തുള്ള എല്ലാം റസൂല് തന്നതാണ്. ഈ വാദം ഇയാൾ തിരുത്തിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, കുഴഞ്ഞ അവശനായ വാപ്പയെ പോലെ. തിരുത്തിയോ ഇയാൾ? ഇന്നിവിടെ കിടക്ക ഏറ്റവും വലിയ അബദ്ധല്ലേ അതൊക്കെ. എന്തോ ഒരു കുണിയാന്നുള്ള സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോ മണ്ടക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോ തിരുത്തി വലിയ ആളുകളായി വരികയാണല്ലോ. പേരോനോട് ചോദിക്കട്ടെ, എന്തിരിക്കുക അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കുഴഞ്ഞ വാപ്പാന്ന് പറഞ്ഞിട്ട് എന്തേ തിരുത്താത്ത ആയമന കുറ്റംപാറിനോട് എന്തിനാണ് ബാക്കിലിരിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് പെരടിക്ക് കൊടുത്ത് ശരിയാക്കണ്ടേ? ഇപ്പോ കണ്ടോളൂ ആ വാപ്പാന്ന് പറഞ്ഞ വിഷയം. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരെടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നൽകപ്പെട്ട നേതാവ്. നീ എന്താ നൽകപ്പെടാൻ ബാക്കിയുള്ളത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ സ്വർഗത്തിന്റെ അധികാരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ലോകം മുഴുവനും അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തു മഫാത്തിഹ ഖസാഇനിൽ അർളി വസ്സമാ, ആകാശഭൂമിയിലുള്ള അതുപോലെയുള്ള എല്ലാ വസ്തുക്കളുടെയും അധികാരം അള്ളാഹു നൽകിയെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ സർവവും നൽകി ആദരിക്കപ്പെട്ട ഒരു നേതാവ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവശനായ ഒരു വാപ്പയോട് ഉപമിച്ചിട്ട് എന്തിരിക്കുകയായിരുന്നു ഇവരൊക്കെ? അതിലൊന്നും മാപ്പില്ലേ? അത് പാളിച്ചല്ലേ? എന്താ ഈ പറയുന്നത്? എവിടേക്കാണ് ഈ പോകുന്നത്? ഏറ്റവും ഒടുവിൽ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അനേകായിരം ഡസൻ കണക്കിന് വാദങ്ങൾ, അനേകായിരം വേദികളിൽ നിന്ന് പലരായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇബ്നു തൈമിയ, ആ ഇബ്നു തൈമിയെ നന്നാക്കി കൊണ്ടുവന്നില്ലേ? ഇബ്നു തൈമിയുടെ കിതാബുകളിലുള്ളത് പോലും വിശ്വസ്തതയില്ല, കൈപ്പടയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? വ്യക്തിയെക്കുറിച്ച് നിലപാടില്ലെന്ന് പറഞ്ഞില്ലേ? ലോല്ലും മുലില്ലും വഴിപയച്ച ആളാണ്, പഴപ്പിക്കുന്ന ആളാണ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധിയായ ഇബ്നു തൈമിയെ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ചിട്ട് ഇന്നുവരെ അതിന് മറുപടി പറഞ്ഞോ? ദ്വാലും മുലില്ലെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞില്ലേ? ഇബ്നു ഹജറിനെ കുറിച്ച് ഇപ്പൊ വലിയ മഹത്വം പറയാൻ വേണ്ടി ഒരുങ്ങാണ്. ഇബ്നു ഹജർ ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞ ആ വാചകം ഇപ്പോഴെങ്കിലും ഒന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും ഒടുവിൽ ഇബ്നു തൈമിയ തൗബ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞില്ലേ? ഇതൊന്നും പാളിച്ചയല്ലേ? തിരുത്തണ്ടേ? തിരുത്തേണ്ടത് തിരുത്താതെ വേറെന്തോ തിരുത്തിയിട്ട് കാര്യമുണ്ടോ? അതോ നിങ്ങൾക്ക് തിരുത്തേണ്ടി വരില്ല? കാരണം എന്താ? സാധനം വഹാബിസത്തിലാണുള്ളത്. വഹാബികളെ ആശയത്തിലെത്തിയാൽ പിന്നെ തിരുത്തേണ്ടിണ്ടോ? അപ്പൊ പാളിച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. ഇബ്നു തൈമിയ തൗബ ചെയ്ത വിഷയം കേട്ടോളൂ. ഇബ്നു തൈമിയുമായി ബന്ധപ്പെട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരുപാട് സംസാരിച്ചിട്ട് അതിന്റെ പ്രസക്ത ഭാഗം എല്ലാം കൂടി കേൾക്കാൻ നമുക്ക് ടൈമില്ല. പ്രസക്തമായ ഒരു ഭാഗം കേട്ടാൽ തന്നെ മനസ്സിലാവും. وكتبه أحمد بن تيمية ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. وذلك في خامس عشر ربيع الأول سنة. അപ്പൊ നോക്കൂ നിങ്ങൾ, തൗബ ആര് തൗബ ചെയ്യാൻ? അയാൾ അങ്ങനെ തൗബ ചെയ്തിട്ടില്ല. അയാള് കുടുങ്ങിയപ്പോൾ നിർബന്ധിതനായി പറഞ്ഞതാ. അതിനാരോ തൗബ എന്ന് പറയൂ? അതിനാരോ തൗബ എന്ന് പറയൂ? എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ശരിക്ക് ചിന്തിച്ചു നോക്കി. ഈ വഹാബികളെ താങ്ങി നടക്കുക. റഹബി ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞതാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. റഹബി ഇബ്നു തൈമിയെ കുറിച്ച് നല്ലതല്ലേ പറയൂ? ഇയാള് സുബ്കി ഇമാമിന്റെ ഇബാറത്ത് വായിക്കുക, റഹബിയുടെ ഇബ്നു തൈമിയെ കുറിച്ചുള്ള ഇബാറത്ത് വായിക്കുക. എന്നിട്ട് മൗലവിമാര് വന്നിട്ട് അതിന് അർത്ഥവും പറയാ. എന്നിട്ട് ഇയാളോട് പറയാ, നിങ്ങൾ കിബറുണ്ട് എന്ന് തെറ്റായി അർത്ഥം വെച്ചിട്ടുണ്ട്, അത് ശത്രുക്കൾക്ക് കിബറുണ്ട് എന്നാണ്, ഇയാൾക്ക് കിതാബ് അറിയില്ല എന്ന് മൗലവിമാര് പരിഹസിക്കുക. എന്താ നിങ്ങളെ അവസ്ഥ? എവിടേക്കാണ് നിങ്ങൾ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? ഇബ്നു തൈമിയ 728 മരിക്കുമ്പോ ആ ചങ്ങാതി ഈ 7 മുതലുള്ള കാലഘട്ടം 20 വർഷത്തെ കാലങ്ങളിൽ ഈ വാദങ്ങളിൽ ഉറച്ചു നിന്ന ആളല്ലേ? അതുകൊണ്ടല്ലേ ഇമാം സുബ്കി തങ്ങൾ മറുപടി എഴുതിയത്? ഇതൊക്കെ ആർക്കും അറിയാത്ത പച്ചയായ കള്ളത്തരം ഇബ്നു തൈമിയ നന്നാക്കാൻ ഇയാൾ കൊണ്ടുവന്നു. എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചത്? വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവരും വഹാബികളൊക്കെ ഒരു കൂട്ടുകെട്ട. എന്നിട്ട് ഒരാൾ വഹാബിന്റെ ഇബാറത്ത് വായിക്കുക, മറ്റാൾ അതിന്റെ അർത്ഥം പറയാ, എന്തൊക്കെ, എന്നിട്ട് കുടുങ്ങിയിട്ട് എന്താ പറയേണ്ടി അറിയാതെ അനുയായികൾ ന്യായീകരിച്ച് കുടുങ്ങുക. വല്ലാത്തൊരവസ്ഥയാണ് ഇവരുടെ ഗതി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കൂറ്റമ്പാറയെ തിരുത്തുന്നതിന് മുമ്പ് ഇയാൾ തിരുത്തേണ്ടതൊക്കെ അതാ അത് നിങ്ങൾ അംഗീകരിച്ചോ? എപി സമസ്തന്റെ ഔദ്യോഗിക ശബ്ദമായി ഈ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ നിങ്ങൾ സമ്മതിച്ചു തന്നോ? എവിടേക്കാ നിങ്ങളെ പോക്ക്? ഇബ്നു ഹജർ ഹൈതമിയെ കുറിച്ച് പറഞ്ഞു. എന്താ ഹൈതമി തങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞേ? സംശയത്തിന്റെ നേരിൽ നിർത്തി ഇബ്നു തൈമിന്റെ തൗബ സ്ഥിരീകരിക്കാൻ വേണ്ടി പറഞ്ഞതാ. അത് എന്ത് അസ്കലാനി ഇമാമ പറഞ്ഞ് മുമ്പര് കള്ളം പറയൂല, മുമ്പരെ കുറിച്ച് അങ്ങനെ ആരോപണമല്ല. എന്നാൽ ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് അങ്ങനെ ആരോപണമുണ്ട്, ഇതുവരെ പറഞ്ഞില്ലേ നിങ്ങൾ? എന്താ നിങ്ങളെ അവസ്ഥ? എന്നിട്ട് ഇപ്പോ ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് ഒരു സുന്നിയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുക എല്ലാ സ്ഥലത്തും. പുതിയ പ്രസംഗത്തിൽ പറയുന്നെന്ന് കേൾപ്പിച്ചെടുക്കുക. ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ സംബന്ധിച്ച് ഒരാൾക്കും ആ കാലഘട്ടത്തിലോ ശേഷമോ ഒരെതിരഭിപ്രായം ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് പുത്തൻവാദികൾ വന്നപ്പോ അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പോലും സാധാരണക്കാരനാണെന്ന് പറയുന്നവരും
ഉമർ ഇബ്നുൽ ഖത്താബിനെ പഴിച്ചുപോയി 20 റക്അത്ത് പഴിച്ചുപോയി എന്ന് പറയുന്നവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഴിച്ചുപോയി എന്ന് പറയുന്നവരാണ് പുത്തൻവാദികൾ. അവരെ കുറിച്ച് പറയേണ്ടില്ല. അഹ്ലു സുന്നക്ക് അങ്ങനെ ഒരു അഭിപ്രായം തന്നെയല്ല. പിന്നെന്തിനാ നീ അവിടെ ആ വാക്ക് പറഞ്ഞ്? ഇബ്നു ഹജർ അസ്ഖലാനിയെ കുറിച്ച് അങ്ങനെ കളവ് പറയുന്ന ആളാണ് ആരോപണമല്ല. ഹൈത്തമിയെ കുറിച്ച് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനാ പിന്നെ എടുത്ത് പറഞ്ഞ്? ഈ വഹാബികളെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടല്ലേ പറഞ്ഞ്? അതല്ലേ ഞങ്ങൾ ചോദ്യം ചെയ്ത്? ഇപ്പൊ വന്ന് ഏത്തിട്ടിട്ട് കാര്യമുണ്ടോ? ഇബ്നു തൈമിയ്യയുടെ തൗബനെ സ്ഥിരീകരിക്കാൻ ഇബ്നു ഹജർ തങ്ങളെ തള്ളിയില്ലേ? ഇബ്നു ഹജർ തങ്ങളെ തള്ളിയപ്പോ ഇയാൾക്ക് വരുന്ന എല്ലാ സംഭവവും നിലച്ചുപോയി. അതങ്ങനെ കെടുന്ന് മെഴുകുന്നു. തുറന്നു പറയാ, പറഞ്ഞ അബദ്ധാണ്. തൗബ അതിനു വേണ്ടിയല്ലേ ഇത് പറഞ്ഞേ? ആ തൗബനെയും തള്ളു. ഇതാണ് വലിയ പാളിച്ച, തിരുത്ത്. എന്നിട്ട് ഇപ്പൊ അത് പറഞ്ഞ് നടക്കുക എല്ലാ സ്ഥലത്തും. ഒന്നുകൂടി ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യം, അതുകൊണ്ട് ആ കാരണത്താലാണ് ഹജർ, കല്ല് എന്നർത്ഥം വരുന്ന പേര് മഹാനവറുകളെ വിളിക്കപ്പെട്ടത്. ആ മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങളുടെ ബാപ്പ നേരത്തെ തന്നെ വഫാത്തായി പോയി. ഉപ്പാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഉപ്പാപ്പ 120 വയസ്സോളം ജീവിച്ചിരുന്നു. ആ മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ ഉപ്പാപ്പയുടെ ഗുരുനാഥന്മാരായ ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു, ശംസുസ്സനാബി റളിയല്ലാഹു അൻഹു, ആ 2 പണ്ഡിതന്മാരുടെ ശിഷ്യത്വത്തിന് കീഴിലാണ് ആദ്യമായി തന്നെ വളർന്നു വന്നത്. ഇബ്നു അബിൽ ഹമായി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വര്യനായ. അതാണ് ഇതാ ഞങ്ങൾ ഈ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒക്കെ അയാൾ ഇങ്ങനെ വിളിച്ചു പറയാ. ഇതാ പറഞ്ഞ് നിങ്ങളെന്ത് പറയണം ഞങ്ങൾ തീരുമാനിക്കുന്നു. ഇബ്നു ഹജർ തങ്ങൾ വളർന്നത് തന്നെ സൂഫി വര്യനായ ഇബ്നു അബിൽ ഹമായി തങ്ങളുടെയും ശനാബി തങ്ങളുടെയും ശിക്ഷണത്തിലാണ്. ബാപ്പന്റെ ശൈഖായിരുന്നു അവർ. വെറും പണ്ഡിതനല്ല അവർ, ആരിഫ് ബില്ലയാണ്. അപ്പൊ ആ ശിക്ഷണത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ഇബ്നു ഹജർ ഹൈത്തമി കറക്റ്റ് പറഞ്ഞു, സുന്നിയാണ്. ളാല്ലും മുദില്ലുൻ മുബ്തദിയുൻ എന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഇബ്നു തൈമിയെ കുറിച്ച് പറഞ്ഞു. എന്താ ഇപ്പത് പറയാൻ താങ്കൾക്ക് പേടി? വളരെ വിഷയമല്ല ഇത്. ഇബ്നു ഹജർ തങ്ങളെ മോശാക്കിയവരെ ചെയ്തു, തിരുത്തിയോ? ഒരു കാര്യം അയാൾ അതിൽ സമ്മതിച്ചു കഴിഞ്ഞ പ്രസംഗത്തിൽ. അതെന്താ? ഇബ്നു ഹജറിനെ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നവർ വിവരമില്ലാത്തവരാണ്. അതും അയാൾ പറയുന്നുണ്ട്. അതും കൂടി വെച്ചു കൊടുക്കും. എല്ലാം ശിഷ്യനാണ് ഇബ്നു ഹജർ ഹൈത്തമി. ആ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വിവരം കെട്ട ചിലർ ഇപ്പോൾ പക്ഷപാതിയാണെന്നും സുന്നിയല്ലെന്നും പറയുന്നത് വരെ കേൾക്കാൻ സാധിച്ചു. കാരണം വിവരക്കേടാണ്. വിവരക്കേടിന് എന്ത് മരുന്നാണ്? അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒരു മരുന്നുമില്ല. സഖാഫി മൗലവി താങ്കളുടെ വിവരക്കേട് താങ്കൾ തന്നെ എടുത്തു പറയാണ്. ഇബ്നു ഹജർ തങ്ങളെ സുന്നിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മോശാക്കിയത് താങ്കൾ തന്നെയല്ലേ? അതും ഇബ്നു തൈമിയെ വെള്ളപൂശാൻ. അപ്പൊ ഇവിടെ 3 വിഷയമാണ് ഇന്നത്തെ ഈ പ്രസംഗത്തിൽ ഞാൻ കൊണ്ടുവന്നത്. ഒന്ന്, മാലിക്കുൽ മുലൂക്കും അർശിന്റെ അധിപൻ എന്നൊക്കെ പറയുമ്പോഴേക്ക് കുഫർ വന്നു പോയാൽ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞ വാചകം അലവി സഖാഫി തന്നെ പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങളുടെ നിലപാടെന്ത്? 2, ലോകം നിയന്ത്രിക്കുക എന്ന് അലിയാർക്ക് ചേർത്ത് കൊടുത്താൽ അത് കുഫ്രിയത്താണ്, റാഫിലിയത്തിന്റെ വാദമാണെന്ന് പറയുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് സ്വന്തം പ്രസിഡന്റ് പറയുന്നു. എന്താ നിങ്ങളുടെ നിലപാട്? 3-ാമത്തേതാണ് ഏറ്റവും പ്രധാന വിഷയം. കുണിയയിൽ ഇ.കെ. വിഭാഗത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ, സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ ആ പേര് ഒരു നാടിന്റെ പേരാ, അതിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് കൂറ്റമ്പാറ എന്ന നിങ്ങളെ സൂപ്പർ നേതാവ് പ്രസംഗിച്ചു. അത് പാളിച്ചയാണ് എന്ന് പേരോട്. എന്റെ ചോദ്യം, അയാൾ അതേ പ്രസംഗത്തിൽ തന്നെ ഇ.കെ. ഉസ്താദിനെ അപ്പുറത്ത് കളിക്കാരനായി നിർത്തിയിട്ട് ഗോളടിച്ചു അപ്പുറത്ത് ഫൗളും തോറ്റ് നടക്കുകയാണെന്ന് അയാൾ ആക്ഷേപിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇടയായ പ്രസംഗത്തിൽ തന്നെ നിരവധി ആക്ഷേപങ്ങൾ അദ്ദേഹം അപ്പുറത്തെ സമസ്തയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് പറഞ്ഞ് ഇനി പിന്നെ കയ്യും കണക്കൂല്ല. ഇതൊക്കെ പാളിച്ചയാണോ? അത് അയാൾ പറഞ്ഞ ആ വാചകം മാത്രമാണോ പാളിച്ച? വിശദീകരിക്കണം. 2, ഈ പറഞ്ഞ ആള് പാളിച്ച വന്നിട്ടുണ്ട് എന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന മഹാനുണ്ടല്ലോ, അയാളെ സമീപത്ത് അയാളെടുത്ത് വരാത്ത എന്തു പാളിച്ചയാണ് ഇനി ഉള്ളത്? ഞാൻ വിശദീകരിച്ചല്ലോ ഓരോന്നും.
മടവൂർ ശൈഖുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അബദ്ധങ്ങൾ, കറാമത്ത് വിശ്വസിക്കണമെങ്കിൽ അത് ബുദ്ധിക്ക് യോജിക്കണം, മൗഥൂഖ് ബിഹിയായ ഇമാമ് പറയണം. ഇതൊക്കെ എത്ര വലിയ പാളിച്ചകളാണ്. ഈ പാളിച്ചകളൊക്കെ ഇവിടെ നിലനിൽക്കുന്നു. പാളിച്ച എന്ന് പറഞ്ഞാൽ പോരാ, തനി വഹാബിസം. വഹാബിസത്തിന്റെ അപ്പുറത്ത് കുഴഞ്ഞ വാപ്പയെ പോലെയാക്കുന്നു മുത്തു റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു തൈമിയ വെള്ളപൂശുന്നു. അപ്പൊ പാളിച്ചകളുടെ, അബദ്ധങ്ങളുടെ മാലപ്പടക്കം തന്നെ, ഘോഷയാത്ര തന്നെ ഇയാളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. എന്താ അതിനൊരു തിരുത്തില്ലാത്ത? അതൊക്കെയാണോ ഇപ്പം നിങ്ങൾ എല്ലാവരുടെയും വാദം? അതാണ് തിരുത്താത്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അത് തിരുത്തേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ അതിലുള്ളത്, നിങ്ങൾ അതിനാണല്ലോ. അതാ ഞങ്ങളീ പറഞ്ഞു, നിങ്ങൾ പഴച്ചു കിടക്കുകയാണ്. അത് തിരുത്തൂല. കാരണം വഹാബി ഇപ്പോ ഇസ്തിഗാസ ശിർക്കാണെന്നുള്ളത് വഹാബിക്ക് തിരുത്തേണ്ടില്ല. കാരണം എന്താ? വഹാബിന്റെ വിശ്വാസമാണത്. ഇതുപോലെ ആയിരിക്കും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ. പിന്നെ നിങ്ങൾ തിരുത്തണ്ടല്ലോ. പിന്നെ ഒരു പാളിച്ചാറിന് ഈ വാക്കിലുള്ള പാലിച്ചാറിനിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾ തിരുത്തുകയാണ്, നിങ്ങളെ തന്നെ തിരുത്തേണ്ടി വരും. അതാണ് ഇ.കെ. ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ്, നിങ്ങൾ സുന്നി എന്നുള്ളതിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് മുസ്ലിമീങ്ങളോട്, സഹോദരങ്ങളോട്, അതിൽ കുടുങ്ങിപ്പോയ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, യഥാർത്ഥ പാളിച്ചകളും അബദ്ധങ്ങളും വഹാബിവാദങ്ങളും അവിടെ വെച്ച് ആളുകളെ കണ്ണിൽ പെടിയിട്ട് സ്വന്തം നേതാവാകുക. അതാ അതിലൊക്കെ ഉള്ളത്. ഒരു വലിയ ആളാകുക. ഞാൻ പലക്കെ തിരുത്തി കൊടുക്കുന്ന ഒരാളാണ്, ഞാൻ അപ്പം തന്നെ വോയിസ് ഇട്ടു, ഇവന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഇതൊന്നും ലോകത്ത് നടക്കാൻ പോണില്ല. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി ഇനിയും അതിൽ തുടരുന്നതിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടി വേഗം നന്നാവാൻ നോക്കി. അതാണ് നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല വഴി.